ഇവിടെ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് സെക്ടർ റീഫോംസിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബാങ്കിങ് സെക്ടർ റീഫോംസുകൾ ഏതൊക്കെയാണെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ബാങ്കിങ് സെക്ടർ റീഫോംസുകളും കൂടി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നരസിംഹം കമ്മിറ്റിയുടെ റീഫോംസ്. നരസിംഹം കമ്മിറ്റി രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസായിട്ട് ഉണ്ടായിട്ടുണ്ട്. നരസിംഹം കമ്മിറ്റി 1 നരസിംഹ കമ്മിറ്റി 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നരസിംഹ കമ്മിറ്റി ഫസ്റ്റിൻ്റെ ആണ് നമ്മൾ ഇവിടെ ആദ്യം നോക്കുന്നത്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇന്ത്യയിലുണ്ടായിരുന്ന അന്ന് ഉണ്ടായിരുന്ന ഒരു ബാങ്കിങ് സിസ്റ്റം അന്നെന്ന് പറഞ്ഞാൽ 1991 തൊട്ട് മുന്നേ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫണ്ടിൻ്റെ അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1991 നമുക്ക് ന്യൂ ഇക്കണോമിക് പോളിസി വരികയും ചെയ്തു. ഈ ന്യൂ ഇക്കണോമിക് പോളിസി വന്നപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്നുണ്ടായ പല ബാങ്കിങ് സിസ്റ്റത്തിനെയും മാറ്റിമറിക്കുന്നതായിരുന്നു ഈ ന്യൂ ഇക്കണോമിക് പോളിസി. ഇപ്പോൾ പുതിയതായിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരുന്നു, പുതിയ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ വരുന്നു. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാനായിട്ട് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന് സജ്ജമായിരുന്നില്ല. നമ്മുടെ ബാങ്കിങ് സിസ്റ്റം കുറേയും കൂടി ഒരു ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം ആയിരുന്നു. അവിടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, ഒരു ബാങ്കിങ് സെക്ടർ റീഫോംസ് കൊണ്ടുവരുന്നത്. ബാങ്കിങ് സിസ്റ്റത്തിലും മൊത്തം എൻ്റയർ സെക്ടറിലെയും റീഫോംസുകളെ കുറിച്ച് ആലോചിക്കുന്നത്. പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അത് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റീനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേരാണ് എം നരസിംഹം എന്നുള്ളത്. അദ്ദേഹം മുന്നത്തെ ഒരു RBI ഗവർണർ കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ they studied about the how to develop or how to promote the financial sector in India, and they submitted a report. Our റിപ്പോർട്ടിൽ they had some recommendations. ആ recommendations അനുസരിച്ച് RBI or ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ RBI എന്തൊക്കെ മാറ്റങ്ങൾ നടത്തി എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യത്തെ റെക്കമെൻഡേഷൻസ് ഓഫ് നരസിംഹ കമ്മിറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഏകദേശം ഒരു 10-12ഓളം റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് 4-tier ഹൈറാർക്കി ഫോർ ബാങ്കിങ് സ്ട്രക്ചർ വേർ വി ഹാവ് 3 to 4 ലാർജ് ബാങ്ക്സ്, റൈറ്റ്. വലിയ ബാങ്കുകൾ, ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള വലിയ ബാങ്കുകൾ, ഒരു 3-4 വലിയ ബാങ്കുകൾ, അതായിരിക്കും ടോപ്പിലുണ്ടാവുക. പിന്നെ ഏറ്റവും ബോട്ടം ലെവലിൽ എന്താണ്, ചെറിയ അഗ്രികൾച്ചർ റൂറൽ ബാങ്കുകൾ which is engaged in agricultural activities, right. അപ്പോൾ ഒരു 4-tier ബാങ്കിങ് സ്ട്രക്ചറാണ് അവർ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയും റെക്കമെൻഡേഷൻസ് ആണ്, ഇതെല്ലാം നടത്തണം എന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതിന് ശേഷം ഇതിൽ കുറേയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണും. അപ്പം ആദ്യം തന്നെ എന്തൊക്കെയായിരുന്നു ഇവർ ഈ നരസിംഹ കമ്മിറ്റി 1 റെക്കമെൻഡേഷൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ പറഞ്ഞത് സൂപ്പർവൈസറി ഫംഗ്ഷൻ ഓവർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി അസൈൻഡ് ടു എ ക്വാസി ഓട്ടോണമസ് ബോഡി സൂപ്പർവൈസ്ഡ് ബൈ RBI. സോ ഇവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ RBI തന്നെയാണ് നമുക്ക് അത്രയും നാളും എന്ത് തന്നെ ചെയ്തിരുന്നത്, ഈ പറയുന്ന സൂപ്പർവൈസറി ഫംഗ്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ ഒരു ക്വാസി ജുഡീഷ്യറി ബോഡി, അതായത് കുറച്ചും കൂടിയും അധികാരമുള്ള എന്നാൽ RBIയുടെ കീഴിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുക, നിർമ്മിക്കുക. അതിനെ ഏൽപ്പിക്കുക, ഈ സൂപ്പർവൈസറി ഫംഗ്ഷൻ അങ്ങ് ഏൽപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ആ സൂപ്പർവൈസറി ഫംഗ്ഷൻ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ അത് റെക്കമെൻഡ് ചെയ്തിരുന്നു. പിന്നീട് അത് നിലവിൽ വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ് അല്ലെങ്കിൽ തുടർന്നുള്ള സ്ലൈഡുകളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു റെക്കമെൻഡേഷൻ അവർ കൊടുത്തത് ഫേസ്ഡ് റിഡക്ഷൻ ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അന്നത്തെ കാലത്ത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു ബാങ്കുകൾക്ക്. കാരണം ബാങ്കുകൾക്ക് അവരുടെ ലെൻഡബിൾ എമൗണ്ട് കുറവായിരുന്നു ഈ ഉയർന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉള്ളത് കൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പം ഉയർന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്ന് പറയുന്ന സാധനം ഉയർന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തിൻ്റെ ഇത് കുറയും, അവർക്ക് ലെൻഡബിൾ എമൗണ്ട് കുറവാണ് ഉണ്ടാകുക. അപ്പോൾ ലെൻഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഒരു ബാങ്കിൻ്റെ ബിസിനസ് ലെൻഡിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം അതിനകത്തുനിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനവും അതനുസരിച്ച് കുറയും. അപ്പം അത് കുറയ്ക്കുക എന്നുള്ളത്, അതായത് ആ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതും ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. സോ ദാറ്റ് ദി ബാങ്ക്സ് വിൽ ഗെറ്റ് മോർ ഫണ്ട്സ് ടു ബി ലെൻഡഡ്, റൈറ്റ്. ഫണ്ട്സ് വിച്ച് ഈസ് ഹാവിങ് ദി ക്വാളിറ്റി ഓഫ് ലെൻഡബിൾ ഫണ്ട്. Fourth point, it was a phased achievement of 8% capital adequacy ratio. So capital adequacy ratio was first recommended by Narasimha Committee, and they recommended that there should be at least 8% of the total asset of the bank, or we could say total business, right. അപ്പം 8% മൊത്തം ബാങ്കിൻ്റെ മൊത്തം ആസ്തിയുടെ 8% എങ്കിലും
എന്തായിട്ട് വേണമെന്ന് പറഞ്ഞു, അവർ ക്യാപിറ്റൽ അഡ്വക്കസി ആയിട്ട് ക്യാപിറ്റലായിട്ട് വേണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തായിരുന്നു. Then abolition of branch licensing policy. It was very difficult for a bank at that time to start a branch, right? So they need to go through a studious process. അപ്പോൾ ആ ഒരു ലൈസൻസ്, അപ്പോൾ ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ പോലും RBIയുടെ പെർമിഷൻ വേണം എന്നുള്ള ഒരു അവസരത്തിൽ നിന്ന് അവർ പറഞ്ഞു, ഈ നരസിംഹ കമ്മിറ്റി പറഞ്ഞു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കുക. അപ്പോൾ ബ്രാഞ്ച് തുടങ്ങാനൊക്കെ ആയിട്ട് അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കുക എന്നുള്ളൊരു പോളിസി ഇവർ റെക്കമെൻഡ് ചെയ്തു. പിന്നീട് അവർ പറഞ്ഞത് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൈറ്റ്? അപ്പം നമുക്കറിയാം, നമ്മൾ ബാങ്കിങ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ കണ്ടിരിക്കുന്നതാണ്. കുറേ ഹെഡുകളായിട്ട് അല്ലെങ്കിൽ കുറേ കുറേ കാറ്റഗറി ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് അറിയാം, പെർഫോമിംഗ് അസെറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ്. അപ്പം ഇതിനെയെല്ലാം ഒരു തുടക്കം, ഇതെല്ലാം ഇങ്ങനെ ആവണമെന്ന് ആര് റെക്കമെൻഡ് ചെയ്തായിരുന്നു? ഈ പറഞ്ഞ ഈ കമ്മിറ്റി, നരസിംഹ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തായിരുന്നു. ദെൻ ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെക്കമെൻഡേഷന് മുന്നേ വരെയും RBI നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ RBI പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഇവർ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ദെൻ വി ഹാവ് 8th point as delegation of direct lending activity of IDBI to a separate corporate body. അപ്പോൾ IDBI നമുക്കറിയാം. അപ്പോൾ IDBI എന്തിനാണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതെന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി? ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനായിരുന്നു. അപ്പം അവിടെയും അവർ പറഞ്ഞ എന്താണ്? ഡയറക്റ്റ് ലെൻഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വേറെ ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് ബോഡിക്ക് കൊടുക്കുക. പിന്നീട് അതൊക്കെയാണ് ഈ ഒരു നിർദ്ദേശത്തിനനുസരിച്ചൊക്കെയാണ് പിന്നീട് ബാങ്കൊക്കെ ആയിട്ട് IDBI മാറുന്നതൊക്കെ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഡീറെഗുലേഷൻസ് അപ്പം ഇവർക്ക് ഒരു ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോലി അല്ലെങ്കിൽ അവർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ ഇവർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ലെൻഡിങ് അവർക്ക് മാറ്റി വേറെ ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് കൊടുത്തുകാണ്ട്, റൈറ്റ്? അത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്ന നരസിംഹ കമ്മിറ്റി ഇത് സജസ്റ്റ് ചെയ്തത്, റൈറ്റ്? 9th സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ എമംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ പാർട്ടിസിപ്പേറ്റിംഗ് അപ്രോച്ച്, റൈറ്റ്? അപ്പോൾ നല്ല ഒരു കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളവർ പറഞ്ഞു. അതനുസരിച്ച് പ്രൈവറ്റും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലും ഈ കോമ്പറ്റീഷൻ വരണം എന്നുള്ള ഒരു അഭിപ്രായ റെക്കമെൻഡേഷനാണ് അവർ വെച്ചത്. ദെൻ ലാസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് അസെറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ടു ടേക്ക് ഓവർ എ പോർഷൻ ഓഫ് ദി ലോൺ പോർട്ട്ഫോളിയോ ഓഫ് ബാങ്ക്സ് ഹൂസ് റിക്കവറി വാസ് ബിക്കം ഡിഫിക്കൽട്ട്. അപ്പം അന്ന് കാലത്ത് ഞാൻ പറഞ്ഞു, ബാങ്കിങ് സിസ്റ്റം വലിയൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഒരുപാട് ബാങ്കുകൾക്ക് ഒരു ബാങ്ക് കറപ്സി അല്ലെങ്കിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സമയം, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന സമയം. അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞു? അസെറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ഉണ്ടാക്കണം, റൈറ്റ്? അവരുടെ ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം അസെറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ടായിട്ട് ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ഒരു ഫണ്ട് സെറ്റപ്പ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷനും കൂടി ആര് കൊടുത്തിരുന്നു? നരസിംഹ കമ്മിറ്റി കൊടുത്തിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞ് നരസിംഹ കമ്മിറ്റി കൊടുത്ത അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് റീഫോം മെഷേഴ്സായിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയത് എന്നും കൂടി കാണാം. ആദ്യം ചെയ്തത് അവർ ഈ SLRഉം CRRഉം പടിപടിയായി കുറയ്ക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ 1997 മുന്നേ 38.5% SLRനെ അവർ എന്തിലേക്ക് കുറച്ചു? 1997 ശേഷം 25% എത്തിച്ചു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 25%വും 38% തമ്മിലുള്ള ഡിഫറൻസ് ഏറെക്കുറെ ആ ഒരു എമൗണ്ട് എന്തിലേക്ക് പോയി? ലെൻഡബിൾ എമൗണ്ടിലേക്ക് പോയി. അത് മാത്രമല്ല, CRR ക്യാഷ് റിസർവ് റേഷ്യോ പോലും എന്തിലേക്ക് കുറച്ചു? 15% ആയിരുന്നു 1991 മുതൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 15% ക്യാഷ് റിസർവ് റേഷ്യോയും വേണം, 38% എന്ത് വേണം? SLRഉം കൂടി വേണം. അപ്പം മൊത്തം ഒരു 100 രൂപയിൽ 38.5 രൂപ എന്തിലേക്ക് പോകുന്നു? SLR ആയിട്ടും പിന്നെ ഒരു 15 രൂപയോളം എന്തിലേക്ക് പോകുന്നു? CRR ആയിട്ടും പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ബാക്കിയുള്ളത് ബാക്കിയുള്ളത് മാത്രമാണ് ലെൻഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് പടിപടിയായി കുറച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ ലെൻഡബിൾ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു റീഫോം ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ നരസിംഹ കമ്മിറ്റി കൊടുത്ത സജഷനിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റീഫോമാണ് ഈ ലോവറിംഗ് ഓഫ് SLR ആൻഡ് CRR. ഇനി നമുക്ക് നോക്കാം പ്രൊഡൻഷ്യൽ നോംസ്, റൈറ്റ്? അപ്പോൾ പ്രൊഡൻഷ്യൽ നോംസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനായിട്ട്, RBI ബാങ്കിങ് ആക്ടിവിറ്റീസിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനായിട്ടാണ് ഈ പ്രൊഡൻഷ്യൽ നോംസ് പറഞ്ഞത്. ഓക്കെ, പ്രൊഡൻഷ്യൽ നോംസ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ RBI ഇൻ ഓർഡർ ടു ഇംപാർട്ട് പ്രൊഫഷണലിസം ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്.
And the purpose of prudential norms includes proper disclosure of income, classification of assets, and provision of bad debts so as to ensure that the books of commercial banks reflects the accurate and correct picture of the financial position. So that this prudential norms is what the people see, and it is because of this prudential norm what we see today is a true and fair display of the assets and liabilities of a bank. റൈറ്റ്. അപ്പം ഇതാണ് പ്രൊഡൻഷ്യൽ നോംസ് ആണ് നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആ ഒരു പ്രൊഡൻഷ്യൽ നോംസ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടാൽ അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് നമുക്ക് തോന്നിക്കാവുന്ന രീതിയിൽ അവിടുത്തെ അവിടെ ഇത് എന്ത് വരുന്നത് അവിടുത്തെ ഐറ്റംസിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടാവാനുള്ള റീസൺ. അപ്പോൾ അതും വന്നത് ആ ഒരു മാറ്റം വന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റീഫോംസിൻ്റെ നരസിംഹം കമ്മിറ്റി ഫസ്റ്റിൻ്റെ റീഫോംസിൻ്റെ ഭാഗമായിട്ടാണ്. പ്രൊഡൻഷ്യൽ നോം റിക്വയർഡ് ബാങ്ക് ടു മേക്ക് 100% പ്രൊവിഷൻ ഫോർ ഓൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. റൈറ്റ്. സോ യു നോ വാട്ട് ഈസ് ഓൾ നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പം ഒരു അസറ്റ് അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കാലഘട്ടം അനുസരിച്ച് നമ്മളതിനെ പല രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോൺ പെർഫോമിംഗ് ആണെന്ന് പറയുന്ന ഒരു അസറ്റിൻ്റെ ഡെഡ് അസറ്റ് എന്ന് നമ്മൾ പറയില്ല. അതുപോലെ ഇത് ഇനി ഫണ്ടിൽ നിന്നും ഒരു റിക്കവറിയും പോസിബിൾ അല്ല എന്ന് പറയുന്ന അസറ്റുകളിൽ 100% പ്രൊവിഷൻ, അത് എത്രയാണോ എമൗണ്ട് അതിൻ്റെ തുല്യമായിട്ടുള്ള തുക അവരെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് ആര് പറയുകയാണ്? നമ്മുടെ RBI ഗവൺമെൻറ് ത്രൂ RBI പറയുകയാണ്. The fund for this purpose was placed at rupees 10,000 crores phased over 2 years. അത് ഗവൺമെൻറ് കൊടുത്തൊരു സപ്പോർട്ടാണ്. നെക്സ്റ്റ് വി ഹാവ് ക്യാപിറ്റൽ അഡിക്വസി നോംസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ അഡിക്വസി നിങ്ങൾ ഒരു നിശ്ചിത ശതമാനത്തിലേക്ക് എത്തിക്കണമെന്ന് ആര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? നരസിംഹം കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവർ എന്ത് ചെയ്തു? ഇൻ ഏപ്രിൽ 1992 RBI ഫിക്സ്ഡ് ക്യാപിറ്റൽ അഡിക്വസി നോംസ് അറ്റ് 8%. By March 1996, all public sector banks had attained the ratio of 8%. It was also attained by the foreign banks which was present at that time. Right? Appo capital adequacy ratio because of the reform set by Narasimhan committee came to 8%. Then next reform which was happened is in deregulation of interest rate. Nowadays ഇതിന് ഇപ്പോൾ ഈ ഒരു റീഫോം ആയതിനു ശേഷം, ഈ റീഫോം വന്നതിന് ശേഷം ബാങ്കുകൾക്ക് അതിനുള്ള ഫ്രീഡം കൊടുത്തു. എന്ത് ഫിക്സ് ചെയ്യാനായിട്ട്? അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുമ്പം RBI എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു സീലിംഗ് ലിമിറ്റും ഒരു മിനിമം ലിമിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ബാങ്കിനും അവരുടേതായ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരെത്തി? ഈ റീഫോംസ് കൊണ്ട് RBI എത്തി. ഓക്കെ. സിൻസ് 1992 ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹാവ് ബിക്കം മച്ച് സിംപ്ലർ ആൻഡ് ഫ്രീയർ. Scheduled commercial banks have now the freedom to set interest rates at their deposits subject to a minimum floor rate and maximum ceiling rate. And this minimum floor rate and maximum ceiling rate will be periodically given by the RBI. The interest rate on domestic term deposit has been controlled. The prime lending rate of SBI and other banks on general advances of over 2 lakhs have been reduced. Right. So all these things happened because of the sectoral reform which happened after the recommendations of Narasimhan committee. The rate of interest on bank loans above rupees 2 lakh have been fully decontrolled. അപ്പം ഇവിടെ ഒന്നും ഇനി RBI ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നില്ല. ഇവിടെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? അവർ ത്രൂ ഇൻഡയറക്റ്റ് വേ അവർ ഒരു ഓവർവ്യൂ മാത്രമേ നടത്തുന്നുള്ളൂ. The interest rates on deposits and advances of all cooperative banks have been deregulated subject to a minimum lending rate of 13%. അപ്പം മിനിമം ലെൻഡിങ് റേറ്റ് 13%, മുകളിലോട്ട് എത്ര വേണമെങ്കിലും ആവാം. അപ്പം ഇത് ഏത് കേസുകളിലാണ്? കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കേസിൽ വരെയും അങ്ങനെ എത്തിച്ചു. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ത്രൂ RBI എന്ത് ചെയ്തിരുന്നു? ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ഫിക്സ് ചെയ്യുന്ന ആരാണ്? അതാത് ബാങ്കുകൾക്ക് തന്നിരിക്കുന്ന നോംസ് അനുസരിച്ച് ഫിക്സ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. Then recovery of debts, right? It was very important point, right? So the banks was facing very important or very bad time or before 1991, right? The major reason was they were not capable of recovering their debts, right? They were not capable of recovering their debts in a timely manner. അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്ഡ് റിക്കവറി ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1993, റൈറ്റ്, ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദി റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കിട്ടാനുള്ള ഡെപ്റ്റ്
റൈറ്റ്. അത് തിരിച്ച് പിടിക്കാനായിട്ട് ഒരു ആക്ട് തന്നെ ഗവൺമെൻറ് പാസ്സാക്കുകയും പിന്നെ അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ബാങ്കുകൾക്ക് കൊടുക്കുകയും ചെയ്തു. 6 special recovery tribunal has been set up. This is something which അല്ലെങ്കിൽ ഈ നമ്പർ എന്ന് പറയുന്നത്, ഈ 6 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂറിങ് ദാറ്റ് ടൈം കേട്ടോ. അതായത് ഒരു 1991 ശേഷമൊക്കെ ഈ പറയുന്ന 1993 ഈ ആക്ട് ഉണ്ടാക്കിയപ്പോഴാണ് 6 സ്പെഷ്യൽ റിക്കവറി ട്രിബ്യൂണലും ഒരു അപ്പീലേറ്റ് ട്രിബ്യൂണലും എന്നും പറഞ്ഞത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു 30-ലധികം അപ്പീലേറ്റ് ട്രിബ്യൂണൽ തന്നെയുണ്ട്. അപ്പം നമുക്ക് 6-ലധികം അപ്പീലേറ്റ് ട്രിബ്യൂണലും 30-ലധികം സ്പെഷ്യൽ റിക്കവറി ട്രിബ്യൂണൽസും ഉണ്ട്. അപ്പം അത് ഈ കണക്കെന്ന് പറയുന്നത് എന്താണ്, ആ ആക്ട് ഇപ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന സെക്ടർ റീഫോംസ് വന്നതിന് ശേഷമാണ്. ഞാൻ ഇവിടെ പറഞ്ഞ എണ്ണങ്ങളെല്ലാം പിന്നീട് വന്ന മാറ്റങ്ങളനുസരിച്ച് വന്നതാണ്. ഓക്കെ. ദെൻ കോമ്പറ്റീഷൻ ഫ്രം ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, റൈറ്റ്. നമ്മൾ നേരത്തെ പറയുന്നത് കോമ്പറ്റീഷൻ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ആര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഓക്കെ, ബാങ്കിങ് ഈസ് ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ. നൗ വാട്ട് ഹാപ്പൻഡ്, RBI ഡിസൈഡഡ് ടു ഓപ്പൺ അപ്പ് ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരാൻ തുടങ്ങി, റൈറ്റ്. ദിസ് ഇസ് ഹൗ വെൻ ദി ന്യൂ, അല്ലെങ്കിൽ ദിസ് പേവ്ഡ് ദി വേ ടു ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലൈക്ക് ICICI, HDFC and all. Okay, new private sector banks have already started functioning. These new private sector banks are allowed to raise capital contribution from foreign institutional investors up to 20% and from NRIs up to 40%. This has led to increased competition. So this is how our competition in banking sector increased, right? So they started collecting funds from foreign institutional investors as well as from non-resident Indians, right? അപ്പോൾ അതിൻ്റെ ശതമാന കണക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മേടിക്കാൻ തുടങ്ങി, അതനുസരിച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി, റൈറ്റ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. Asset to capital market. So the Banking Companies Acquisition and Transfer of Undertakings Act was amended to enable the banks to raise capital through public issues, right. അപ്പം നമ്മളിപ്പം നമ്മൾ ഒരു നമ്മുടെ നിഫ്റ്റിയോ അല്ലെങ്കിൽ BSE ഒക്കെ എടുത്തു നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിസ്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകളെ കാണാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണ് പോസിബിൾ ആക്കിയത്? ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ഫുൾഫിൽ ചെയ്തപ്പം, അല്ലെങ്കിൽ നരസിംഹം കമ്മിറ്റിയിൽ കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് ഫുൾഫിൽ ചെയ്തപ്പം ബാങ്ക് അനുവദിച്ചു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് സബ്ജക്ട് ടു ദി പ്രൊവിഷൻ ദാറ്റ് ദി ഹോൾഡിംഗ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വുഡ് നോട്ട് ഫോൾ ബിലോ 51% of paid up capital. So any bank, if they are going for public issue, they should make sure that 51% is still with the central bank, right? അവരുടെ മൊത്തം ക്യാപിറ്റലിന് 51% ആരുടെ കയ്യിൽ തന്നെയാണ്, സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറയുന്നത്. That means they are ensuring that it will be always a public sector bank. അത്രയേ ഉള്ളൂ. SBI had already raised a substantial amount of fund through equities and bonds. അതൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രം. Freedom of operation. This was very important recommendation, or maybe very important movement done by, or very important change which is done by RBI on the recommendations of Narasimhan Committee, right. Scheduled commercial banks are given freedom to open new branches and upgrade extension counters, right, after attaining capital adequacy ratio and prudential accounting norms. അപ്പം RBI പറഞ്ഞ എത്രയേ ഉള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ 8% ക്യാപിറ്റൽ അഡിക്വസിയും പിന്നെ അതുപോലെ തന്നെ പ്രൊഡൻഷ്യൽ നോംസ് പറഞ്ഞല്ലോ. എന്താണ് നമ്മുടെ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ 100%, അതുപോലെ തന്നെ ഓരോ കാറ്റഗറി ഓഫ് അസറ്റ്സിനും ഓരോ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻസ്, ഇതെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഓപ്പൺ യുവർ ഓൺ, അല്ലെങ്കിൽ യു ആർ ഫ്രീ ടു ഓപ്പറേറ്റ് അറ്റ് ഓൺ യുവർ ഓൺ ഓട്ടോണോമസിറ്റി, റൈറ്റ്. അപ്പം ദി ബാങ്ക്സ് ആർ ഓൾസോ പെർമിറ്റഡ് ടു ക്ലോസ് നോൺ വയബിൾ ബ്രാഞ്ചസ് അതർ ദാൻ ഇൻ റൂറൽ ഏരിയ. അപ്പം റൂറൽ ഏരിയയിലല്ലാതെ വേറെ ഏതെങ്കിലും ഏരിയയിൽ അവർക്ക് വയബിൾ അല്ലാത്ത, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് അടയ്ക്കാനും, അതുപോലെ തന്നെ പുതിയൊരു ഏരിയയിൽ ബ്രാഞ്ച് തുടങ്ങാനും അവർക്കൊരു ഫ്രീഡം, കുറച്ചും കൂടി ഫ്രീഡം ആര് കൊടുത്തു? RBI കൊടുത്തു. Local area banks. Okay. In 1996, RBI issued guidelines for setting up of local area banks, and it gave
its approval for setting up of 7 local area banks in private sector. Local area banks will help in mobilizing rural savings and in channelizing them into investment in local areas, right? So local area banks, so അവരത് വിഭാവനം ചെയ്തത് ഇങ്ങനെയാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു ലോക്കൽ ഏരിയ ബാങ്ക് ഉണ്ടായാൽ അവിടെ ഉള്ള സേവിങ്സ് മൊബിലൈസ് ചെയ്യും. അവിടെ തന്നെയുള്ള ആവശ്യക്കാർക്ക്, അവിടെ തന്നെയുള്ള ഒരു ബിസിനസ്സുകൾക്ക് അത് കിട്ടാവുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുകയുമായിരുന്നു ഈ ലോക്കൽ ഏരിയ ബാങ്കുകൾ. അവരെ വളരെ ചെറിയ ജോഗ്രഫിക്കൽ ഏരിയയിലാണ് അവരുടെ പ്രവർത്തനം ഉണ്ടാകാറ്. ഓക്കെ, നമ്മളിപ്പം പല ബാങ്കുകളും അല്ലെങ്കിൽ പല കോപ്പറേറ്റീവ് സൊസൈറ്റീസും തുടങ്ങുന്ന ബാങ്കുകളൊക്കെ പോലെ തന്നെയായിരുന്നു ഈ ലോക്കൽ ഏരിയ ബാങ്ക്സുകളുടെ പ്രവർത്തനം. അതിനുള്ള അനുമതി ആര് കൊടുത്തു? RBI കൊടുത്തു. സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സജഷനായിരുന്നു RBIക്ക് ഒരു സെപ്പറേറ്റ് ഓട്ടോണമസ് ബോഡി ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ട്? സൂപ്പർവിഷൻ കുറേ കൂടിയും ശക്തമാക്കാനായിട്ട്. കാരണം അന്നത്തെ കാലത്ത് പണ്ട്, അതായത് ഈ 1990-കൾക്ക് മുന്നേ എന്ത് സംഭവിച്ചിരുന്നു? ഒരുപാട് ബാങ്കുകൾ ഇങ്ങനെ ചെറിയ ചെറിയ ബാങ്കുകളൊക്കെയും എന്താ പറയുക, ലിക്വിഡേഷനിലേക്ക് വന്നു. കുറേ ആൾക്കാരുടെ പൈസയ്ക്ക് പോയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ സൂപ്പർവിഷൻ കുറേ കൂടിയും കാര്യക്ഷമമാക്കാനായിട്ട് RBI എന്ത് ചെയ്തു നോക്കാം. ദി RBI has set up a board of financial supervision with an advisory council to strengthen the supervision of banks and financial institutions. In 1993, RBI established a new department known as Department of Supervision as an independent unit for supervision of commercial banks. അപ്പോൾ അവരെവിടെ എന്ത് ചെയ്തു? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ദി സൂപ്പർവിഷൻ ഓഫ് ഓൾ ദി ബാങ്ക്സ് ബിക്കംസ് മോർ സിസ്റ്റമാറ്റിക്, മോർ ട്രാൻസ്പെറൻറ്റ്. So this was the first M. Narasimhan Committee first recommendation and the action taken by the government over that recommendations. Hope it was clear. If you have any doubt, you can comment below. Thank you. Have a nice day.